ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വ്ളോഗാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പം മനസ്സിൽ തോന്നി എനിക്ക് പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്താൽ എന്താണെന്ന്. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചെറുപയർ കറിയുമാണേ. അതായിട്ട് നമുക്ക് ആദ്യം ചപ്പാത്തി ചുട്ടെടുക്കാം. ഞാനിത് സാധാരണ ആണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറുപയർ കറിക്കായിട്ട് നേരത്തെ തന്നെ കുക്കറിനകത്തിൽ ചെറുപയറും വെള്ളവും ഉപ്പും എല്ലാം കൂടെ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അധികം എരി കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് എടുക്കാം. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. കാര്യം മുളകിൻ്റെ ആ എരി തന്നെ മതി. കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോഴത്തേനും അവർക്ക് കൂടുതൽ എരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കത്തില്ലല്ലോ. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പയർ ഇരുന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ള പോലെ തോന്നി കേട്ടോ. നമുക്ക് ഇനി കറിക്കാണെന്നുണ്ടെങ്കിൽ കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാവേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോട്ടീനൊക്കെ അടങ്ങുന്ന ഫുഡും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി കടുക് താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പയർ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായി. ഇനി നമുക്കൊരു ചായയും കൂടെ റെഡിയാക്കാം. നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.